ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മനയിലും കണ്ടതുപോലെ എൻ്റെ ആക്നി എങ്ങനെയാണ് ഞാൻ കുറച്ചതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. നിങ്ങൾ ഫസ്റ്റ് പിക്ചറൊക്കെ കണ്ടില്ല, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ്. കുറേ ഫോട്ടോസാണ്, കുറേയൊക്കെ മിസ്സായി പോയി. എങ്കിലും ഞാനൊരു 7-8 വർഷത്തോളം ഈ ഒരു ആക്നി നല്ല രീതിയിൽ അതിൻ്റെ എക്സ്ട്രീം ലെവൽ അനുഭവിച്ചു. അതുകൊണ്ട് ആക്നി ഉള്ളവരുടെ ഫീലിങ്സ് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ എനിക്ക് കോളേജ് കാലഘട്ടത്തിലാണ് എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. അന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് രാത്രി ഫ്രണ്ട്സ് ഈ കേക്കിൻ്റെ ക്രീം നമ്മുടെ മുഖത്തൊക്കെ തേക്കണ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഫേസ് വാഷ് ചെയ്തിട്ട് അങ്ങ് കിടന്നു. പിറ്റേന്നായപ്പം ഫേസ് ഫുള്ള് തരിതരി പോലെ പിമ്പിൾസ് വരാൻ തുടങ്ങി. അന്ന് ഞാനത് കാര്യമാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. പിന്നീട് ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഒരു പ്രവണതയാണ് എപ്പോഴും ഈ പൊട്ടിക്കുക. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൈ എപ്പോഴും എൻ്റെ ഫേസിലായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ പിമ്പിൾസ് ഭയങ്കരമായിട്ട് കൂടി. അതുവരെ തലയിൽ അധികം ഓയിലൊന്നും തേക്കാത്ത ഞാൻ അവിടെയുള്ള പല ആൾക്കാരും ചെയ്യുന്നത് കണ്ട് തല നിറയെ ഓയിൽ വാരി തേക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലും എൻ്റെ ഫേസ് എൻ്റെ ഓൾറെഡി ഓയിലി സ്കിന്നാണ്. അതിൻ്റെ കൂടെ ഈ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് എൻ്റെ ഫേസിലേക്ക് ഓയിൽ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ പിമ്പിൾസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഈ ആക്നിയും തമ്മിലൊരു നീണ്ട യുദ്ധമായിരുന്നു, ഒരു 7-8 വർഷം ഇതുവരെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നമ്മുടെ സാധാ ഹോസ്പിറ്റലിൽ സ്കിന്നിൻ്റെ ഡോക്ടറല്ലേ, അങ്ങനെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എനിക്കൊരു 2 ആഴ്ചത്തേക്കുള്ള ടാബ്ലറ്റും ഓയിൻമെൻറ്റും ഒക്കെ തന്നു. ഞാൻ അതൊക്കെ യൂസ് ചെയ്തു, കഴിച്ചു. പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുന്നത്, മെഡിസിൻ കൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അതിനുശേഷം പിന്നീടും വർക്കിനൊക്കെ പോയി. അന്നേരം ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ ഞാൻ ഷെയർ ചെയ്തതുപോലെ ആരുടെയോ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഒലീവ സ്കിൻ ക്ലിനിക്കിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. പിന്നെ എനിക്ക് അലർജിക്ക് ആകും ചില സമയത്ത്. അതായത് പൊടിയൊക്കെ അധികം അടിച്ചാൽ, അതുപോലെ ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഒക്കെ ആയിട്ട് പൊടിയൊക്കെ അടിച്ചിരുന്നാൽ എനിക്ക് ഭയങ്കര സ്കിന്നിലൊക്കെ റാഷസ് പോലെ വരും. അതുകൊണ്ട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ ഓരോ റാഷസ് ഒക്കെ വരും. അതുപോലെ തന്നെ എൻ്റെ ഫേസ് നല്ല ഓയിലി സ്കിന്നുമാണ്. അപ്പോൾ എനിക്ക് ഒരു മാസത്തേക്കുള്ള ടാബ്ലറ്റ് തന്നു, ഓയിൻമെൻറ്റ് തന്നു, മോയ്സ്ചറൈസിങ് ക്രീം തന്നു, സൺസ്ക്രീൻ തന്നു. അപ്പോൾ 1 മാസം ടാബ്ലറ്റ് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഇതൊരു കോഴ്സ് പോലെയാണ്. അപ്പോൾ 1 മാസം കഴിച്ചു. എനിക്ക് പിമ്പിൾസിലൊന്നും വലിയ മാറ്റമില്ല. അപ്പം വീണ്ടും എനിക്ക് ടാബ്ലറ്റ്സ് തന്നു. അപ്പോൾ അതൊരു 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം ചിലർക്കത് 1 വർഷം നീണ്ടുപോകും, ചിലർക്ക് 1.5 വർഷം നീണ്ടുപോകും. അങ്ങനെ ഒരു കോഴ്സായിരുന്നു അത്. അപ്പം ഞാൻ ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങി. ഓയിൻമെൻറ്റ് എനിക്ക് BPO ജെല്ലാണ്, അതായത് ബെൻസിൽ പെറോക്സൈഡ് ആണ് തന്നത്. അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ, ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യുന്ന ആളല്ലായിരുന്നു. കാരണം എനിക്ക് ഫേസിൽ എന്ത് ക്രീം തേച്ചാലും എനിക്ക് അന്നേരം തന്നെ എനിക്ക് പിമ്പിൾസ് വരും. അതുകൊണ്ട് ഞാൻ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് നിർത്തി. പൗഡർ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നതാണ്. പക്ഷേ എനിക്ക് ഈ പിമ്പിൾസ് വന്ന് ഫേസ് മുഴുവൻ പോഴ്സ് ആയപ്പോൾ എനിക്ക് പൗഡറും എനിക്ക് പറ്റാതെ വന്നു. അപ്പോൾ ഈ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സ്കിന്നിൽ മാറ്റം വന്നു. ഒന്നാമത്തെ എനിക്ക് മാറ്റം വന്നത് എൻ്റെ ഫേസിൽ ആ ഓയിലി സ്കിന്നായിരുന്നു എൻ്റെ ഫേസ്. പിന്നെ ഡ്രൈ സ്കിൻ പോലെ ആയിപ്പോയി. അതായത് ഓയിലൊന്നും വരുന്നില്ല, നോർമൽ സ്കിന്ന് പോലെയായി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ക്രീം ടൈപ്പ് ഐറ്റംസ് ഞാൻ തേച്ചാലും എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫേസിൽ ഓയിൽ ഉള്ളതുകൊണ്ടാണ് ക്രീം ടെക്സ്ചറുള്ള ക്രീം ഒന്നും എൻ്റെ ഫേസിൽ പിടിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് ഓയിൻമെൻ്റ് ഒക്കെ യൂസ് ചെയ്ത് ഏകദേശം ഒരു 5-6 മാസം ഞാനിത് പകുതി വരെ ടാബ്ലറ്റ് കഴിച്ചു. അതിനുശേഷം ഓയിൻമെൻറ്റ് ഞാൻ നിർത്താതെ തന്നെ യൂസ് ചെയ്തു. പിന്നെ ഈ ഒരു സൺസ്ക്രീന്, മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിമ്പിൾസ് ഒക്കെ നല്ല രീതിയിൽ മാറ്റം വന്നു. അങ്ങനെ കുറച്ച് നാൾ പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും എനിക്ക് മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് സെറ്റിലൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും ഓയിൻമെൻറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയാലും അങ്ങനെ പഴയ പോലെ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രയോജനം കാണുന്നില്ല. കാരണം ഭയങ്കര ടൈം എടുത്താണ് അത് ഹീലാവുന്നത്. അപ്പം ഞാൻ ഓർത്തത് എന്താ ഇങ്ങനെ വീണ്ടും വരുവാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ ആ ഒരു സമയത്ത് ഞാൻ
ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചോറൊന്നും അധികം കഴിക്കത്തില്ലായിരുന്നു. കുറച്ച് ചോറ് കഴിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ചായ, കോഫി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ഖത്തറിലേക്ക് വന്നപ്പോൾ എറണാകുളത്തൊക്കെ വെച്ച് ഞാൻ ചോറ് ധാരാളമായിട്ട് കഴിക്കും. ഇവിടെ ഖത്തറിൽ വന്നിട്ടാണെങ്കിലും എനിക്ക് ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് വന്നു. ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, എന്നിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പം ഞാനോർത്ത് ഇത് എന്ത് പറ്റി, ഞാൻ വെയിലടിക്കുന്നില്ല, മഴയടിക്കുന്നില്ല, പൊടിയടിക്കുന്നില്ല, എന്നിട്ടും എന്ത് പറ്റി എന്നൊക്കെ ഞാൻ ഓർത്തു. അപ്പം ഞാനിവിടെ ചോറ് കഴിക്കുന്നത് കൂടി, അതുപോലെ തന്നെ ഷുഗർ ഐറ്റംസ്, ഈ കൊക്കക്കോള, പെപ്സി ഇതൊക്കെ ഭയങ്കരമായിട്ട് കുടിക്കുകയും അതുപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ അധികമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ ഞാനത് ഒരു വീഡിയോയിൽ ഇങ്ങനെ കേട്ടു, ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ കേട്ടു, നമ്മൾ ഈ ഷുഗർ ഐറ്റംസ്, പിമ്പിൾസ് ഉള്ളവർ ഷുഗർ ഐറ്റംസ് കുറയ്ക്കുക, അതുപോലെ തന്നെ ചോറ്, അരി ആഹാരങ്ങൾ കുറയ്ക്കുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഞ്ചസാര എന്നുള്ളൊരു സംഭവം തന്നെ ഞാൻ കുറച്ചു. ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച പഞ്ചസാര കഴിക്കാതെ, ചോറ് അധികം കഴിക്കാതെ, ഉച്ചയ്ക്ക് ഒരു കുറച്ച് കഴിക്കും, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാതെ എക്സസൈസ് ചെയ്ത് നോക്കി. അപ്പം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് മാറ്റം വന്നു. പുതിയതായിട്ട് ഒരു പിമ്പിൾസും വരുന്നില്ല, പഴയതാണെങ്കിൽ ഹീലായിട്ട് പോവുകയും ചെയ്യുന്നില്ല. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ മാറ്റം വന്നത്. ആദ്യം എനിക്ക് ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ നല്ല രീതിയിൽ മാറി, പക്ഷേങ്കിൽ ഇവിടെ വന്ന് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തപ്പം എനിക്ക് നല്ല രീതിയിൽ മാറി. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ വെറും വയറ്റിൽ കുടിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ടീ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ വന്നപ്പം ബദാം, പിസ്ത, കാഷ്നട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പം അതും അധികമായിട്ട് കഴിച്ചാൽ നമുക്ക് പിമ്പിൾസ് വരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ, വെള്ളം നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി, പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി, അതുപോലെ ഗ്രീൻ ടീ കുടിക്കും. ഇപ്പം ഗ്രീൻ ടീ എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഗ്രീൻ ടീ കുടിക്കാൻ മടിയുള്ളവർക്ക് അതിൻ്റെ സപ്ലിമെന്റ് കിട്ടും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ, ഇത് രണ്ടും മസ്റ്റാണ്. അത് രണ്ടും ഉപയോഗിക്കാതിരിക്കരുത്. ഞാൻ വന്ന സമയത്തൊന്നും അത് ഉപയോഗിക്കത്തില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഓയിലി സ്കിന്നുകാരാണ് അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള സ്കിന്നുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ജെൽ ബേസ്ഡ് സൺസ്ക്രീന്, മോയ്സ്ചറൈസിങ് ക്രീം, ഇത് രണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾ പുറമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കുറച്ചൊക്കെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പില്ലോ കേസ് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, ചിലപ്പോൾ 2 ആഴ്ച, 3 ആഴ്ച, ചിലപ്പോൾ 1 മാസം വരെ പില്ലോ കേസ് വാഷ് ചെയ്യാതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ശീലം മാറ്റുക. 3-4 ആ ഒരു ദിവസം കൂടുമ്പോൾ പില്ലോ കേസ് മാറ്റാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഹെയർ ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ മാക്സിമം തലയിലെ ഡാൻഡ്രഫ് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുടിയിൽ അധികമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ മുടി അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിടുമായിരുന്നു. അപ്പം യാത്രയൊക്കെ ചെയ്യുമ്പോൾ അല്ലെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഈ മുടി ഇങ്ങനെ കാറ്റടിച്ച് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ അടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ഇവിടെയൊക്കെ പിമ്പിൾസ് നല്ല രീതിയിൽ വരുമായിരുന്നു. അപ്പം അതോടുകൂടി ഞാൻ അങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിടുന്ന പരിപാടി ഞാൻ നിർത്തി. അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണ് എങ്കിൽ, യാത്രയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം ഹെയർ ടൈറ്റ് ചെയ്ത് വെച്ച് പോകാനായിട്ട് ശ്രമിക്കാം. മുടി അവിടെ ഇവിടെയൊക്കെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ കട്ട് ചെയ്തിട്ട് വലിയ ഫാഷൻ കാണിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെ ഫാഷൻ കാണിച്ച് നടന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു ഏരിയയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ കാറ്റടിക്കുമ്പം പൊടിയും ഈ മുടിയിലെ ഡസ്റ്റും എല്ലാം കൂടെ നമ്മുടെ കവിളിലേക്കും നെറ്റിയിലേക്കും ഒക്കെ അടിക്കും. അപ്പം അങ്ങനെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ രാത്രിയിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. എനിക്ക് രാത്രിയിൽ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ എൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ആഗ്നി വരും. അത് വരുന്ന എൻ്റെ ഫേസിൽ വരുന്ന 2 സ്പോട്ടാണ്. ഒന്ന് എൻ്റെ മൂക്കിൻ്റെ 2 ഇരുവശങ്ങളിലും, പിന്നെ എനിക്ക് ലിപ്പിൻ്റെ ഈ ഏരിയയിൽ ഇവിടെ ഇപ്പോഴും ഒരു പാടുണ്ട്, ഇതുവരെ പോയിട്ടില്ല. അതെന്നാന്ന് വെച്ചാൽ, ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ആഗ്നി, അത് ഹോർമോണൽ ആഗ്നിയാണ് കേട്ടോ. പെയിൻഫുൾ ആയിട്ട് വരുന്ന ആഗ്നിയൊക്കെ ഹോർമോണൽ ആഗ്നിയാണ്. അപ്പൊ എനിക്ക് വരുന്നത് മൂക്കിന്റെ വശങ്ങളിലും ഇനി ഈ ലിപ്പിന്റെ ഇവിടെയായിട്ടാണ് എനിക്ക് അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഹോർമോണൽ ആഗ്നി വരുന്നത്. അപ്പം മാക്സിമം നല്ല രീതിയിൽ കറക്റ്റ് സമയത്ത് തന്നെ കിടന്നുറങ്ങുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഇതുപോലെ ഒരു ഫേസ് ടിഷ്യൂ
ഇതിൻ്റെ ചെറിയ പാക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടും. വലിയ പാക്കറ്റും ഉണ്ട്, ചെറുതും ഉണ്ട്. അപ്പം നിങ്ങളുടെ ബാഗിൽ, ഹാൻഡ് ബാഗിലൊക്കെ ഇതുപോലെ ഫേസ് ടിഷ്യൂ ചെറിയ ചെറിയ പാക്കറ്റ് മേടിച്ചിടുക. അപ്പം നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പൊടി അടിച്ചാൽ, കാറ്റടിച്ചാൽ, അല്ലെങ്കിൽ ചൊറിയണ പോലൊക്കെ തോന്നിയാൽ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒപ്പിയെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഓയിലി സ്കിന്നാകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊടിയൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് കയറി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ കർച്ചീഫായിരുന്നു യൂസ് ചെയ്യുന്നത്. കർച്ചീഫ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതും അതിലെ ബാക്ടീരിയയും കൂടെ നമ്മുടെ ഫേസിലേക്ക് കയറി പിടിക്കും. അപ്പം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്താൽ ഒരു തവണ യൂസ് ചെയ്യുക, കളയുക. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ കവിളിൻ്റെ 2 സൈഡ്, നെറ്റി, ഈ ഏരിയയിലാണ് കൂടുതലും വരുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ ഇതിലേക്ക് ഓയിൽ കയറി പിടിക്കും, നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് പൊടി പിടിക്കില്ല. അപ്പം ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് വലിയ വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഒരു ദിവസം 2 തവണ മാക്സിമം മുഖം കഴുകാവുള്ളൂ. ഞാൻ നേരത്തെ അടിക്കടി റിപ്പീറ്റായിട്ട് മുഖം കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മുഖം കഴുകുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് 2 തവണയിൽ കൂടുതൽ, രാവിലെയും വൈകിട്ടും മാത്രം നിങ്ങൾ ഫേസ് വാഷ് ചെയ്താൽ മതി. ഇൻ ബിറ്റ്വീൻ, ഇതിനിടയ്ക്കുള്ള സമയങ്ങളിൽ ഇതുപോലത്തെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ മുഖം ക്ലീൻ ചെയ്യാം. പിന്നെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു, ഈ ലൈറ്റ് ഓഫ് ആക്കി ഫോൺ നോക്കിയിരിക്കുന്ന പരിപാടി. അതൊക്കെ നമ്മുടെ സ്കിന്നിനെ മോശമായിട്ട് തന്നെ ബാധിക്കും. അപ്പം ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങളും ഓർക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രോഡക്റ്റുകൾ മാറി മാറി ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ കറക്റ്റായിട്ട് ആ ഒരു ട്യൂബ് തീരുമ്പം ആ ഒരു സെയിം ഇത് തന്നെ മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ സൺസ്ക്രീൻ ലോട്ടസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ജെൽ ബേസ്ഡ് ആണ്. ഇതെനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഉപയോഗിച്ചാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും, ഓയിൽ കൺട്രോൾ ചെയ്യും, പിമ്പിൾസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഞാൻ സെബാമെഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ട്യൂബ് തീർന്നപ്പം ഞാൻ ലോട്ടസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം മേടിച്ചു. അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്, പുറമേ എഴുതിയിരിക്കുന്നത് ലൈറ്റനിങ് ജെൽ എന്നാണ്. അപ്പം ഞാൻ ജെല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് ജെൽ ഫോം അല്ലേ, പിമ്പിൾസ് ഒന്നും വരത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേങ്കിൽ നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഓയിലി ആവുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരു ടെക്സ്ചർ ക്രീമിയാണ്. പക്ഷെ അതെനിക്ക് പിടിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തരിതരി പോലെയുള്ള പിമ്പിൾസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം എൻ്റെ സ്കിന്നിന് എപ്പോഴും സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഈ ജെൽ ടൈപ്പാണ്. ജെൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന് കളറില്ല, കളർലെസ് ആണ്. ഇപ്പം ഈ മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണെങ്കിലും സെബാമെഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ ആണെങ്കിലും കളർലെസ് ആണ്. അപ്പം അങ്ങനെയുള്ള കെമിക്കൽ അധികം ഇല്ലാത്ത ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് പെട്ടെന്ന് തന്നെ മാറ്റാം. എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ അടുത്തടുത്താണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ ഞാൻ ചെയ്തിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഹെവി ആയിട്ട് പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് വേദനയൊക്കെ എടുക്കണ രീതിയിലുള്ള വലിയ വലിയ പിമ്പിൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തിയപ്പോഴാണ് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് കുറഞ്ഞത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിലുപരി ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പം എനിക്കതിൽ സക്സസ് ആകാൻ പറ്റി. അപ്പം നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.